ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസ്റ്റ് ബേക്കിംഗ് പൗഡർ ഇതൊന്നും ചേർക്കാതെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ അരി, അതായത് 2 കപ്പ് അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നമുക്കൊരു തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ അകത്ത് വെള്ളം എടുക്കണം. ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്ത തേങ്ങൻ്റെ ഒരു അരമുറി നമുക്ക് ഒന്ന് ചെരുവിയെടുക്കണം. ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും അരി കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 6 മണിക്കൂർ കുതിർത്ത 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് ചോറ്, പിന്നെ ഏകദേശം 1 കപ്പോളം തേങ്ങ, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കോക്കനട്ട് വാട്ടർ. ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് നന്നായി ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. പകുതിയായിട്ട് ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തേങ്ങാവെള്ളം എല്ലാം ചേർത്ത് നന്നായി നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ അരച്ചെടുത്ത ബാറ്റർ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും തേങ്ങയും ചോറും കൂടെ ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഞാൻ പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് വേറെ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. നേരത്തെ നമ്മൾ തേങ്ങാവെള്ളത്തിൽ ചേർത്ത പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബാറ്ററി നമുക്കൊന്ന് ഒന്നാകെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഏകദേശം 2.5 കപ്പ് വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കിയത്. അപ്പോൾ ഏകദേശം ഒരു നീർദോശയുടെ അത്രയും ലൂസായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് നേരം വെളുക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് മാറും. ഇനി ഇതൊന്ന് അടച്ച് ഒന്ന് പൊങ്ങി വരാനായിട്ട് നമുക്ക് ഒരു ഓവർനൈറ്റ് വെക്കാം. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും ഇങ്ങനെ മാറ്റി വെക്കണം. അപ്പോൾ ഞാനിതൊരു 8-9 മണിക്കൂറോളം മാറ്റി വെച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. അധികം തിക്കാണെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലോ വെള്ളവും ചേർത്ത് അതിനൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനെ ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാലപ്പച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഈ മാവ് വെച്ചിട്ട് നിങ്ങൾക്ക് പാലപ്പോ പൂവപ്പോ അതെല്ലാം ചിന്നപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പോൾ നമുക്ക് ഈ മാവ് വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ വളരെ എളുപ്പവും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റാവുന്ന മറ്റൊരു ഡിഷുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താലേ പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു ഈസി ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.